ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു റിന്യൂസ് ഫാമിലി ലൈഫ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ എന്തായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. ഭയങ്കര സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ബട്ടറില്ലേ, ബട്ടർ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് ചേർത്തെടുത്തിട്ടുള്ളത്. പിന്നെ വെളിച്ചെണ്ണ ചേർക്കണ്ട കേട്ടോ. അത് ചേർത്ത് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവർ വരും, അതുകൊണ്ട് വെളിച്ചെണ്ണ ചേർക്കണ്ട. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെജീസാണ് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ഏത് വെജീസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കാബേജും ക്യാരറ്റും ബീൻസും ആണ് കേട്ടോ. നമ്മുടെ കയ്യിൽ കോളിഫ്ലവർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ബ്രൊക്കോളി, ക്യാപ്സിക്കം, അങ്ങനെ നമ്മുടെ കയ്യിലുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് മൂന്നും കൂടി ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു സമയത്ത്. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം കുറച്ച് അധികം ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ സാധാരണ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ചേർക്കണ പോലെയല്ല, അതിനേക്കാളും അധികം ചേർത്ത് കൊടുക്കണം കേട്ടോ വെള്ളം. എന്നിട്ട് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ടോപ്പ് രാമൻ ചിക്കൻ നൂഡിൽസാണ് കേട്ടോ. നമ്മുടെ സാധാരണ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ഇപ്പില്ലേ, അത് വെച്ചിട്ടും ഇതേപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വലിയ പാക്കറ്റാണ്. ഞാൻ ഇത്രയ്ക്ക് ചേർത്ത് കൊടുക്കില്ല. ഇതിന്ന് 2 പീസ് എടുത്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചേർത്ത് കൊടുക്കുമ്പോൾ പൊട്ടിച്ചിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നൂഡിൽസ് കുക്കായി വരാൻ വേണ്ടിയിട്ട് ഓവർ ടൈമൊന്നും എടുക്കില്ല കേട്ടോ. 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായി വന്നോളും. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ, നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇത് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നൂഡിൽസ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ നൂഡിൽസ് ചേർത്തിയ ഇതിൻ്റെ കൂടെ തന്നെ ആ ഒരു മസാല അല്ലേ, ഇതിൻ്റെ കൂടെ വരുന്ന മസാല, അതും കൂടി ഒന്ന് പൊട്ടിച്ചാക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എരിവിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളകിൻ്റെ എരിവ് സാധാരണ നമ്മൾ സൂപ്പിലൊക്കെ പച്ചമുളകിൻ്റെ എരിവ് ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് പച്ചമുളകിൻ്റെ എരിവാണെങ്കിൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് ചേർത്ത് കൊടുത്താൽ തന്നെയാണ് കേട്ടോ ആ ഒരു സൂപ്പിൻ്റെ ടേസ്റ്റ് കിട്ടുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ ആണ് കേട്ടോ. ഇത് 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്. കുറച്ച് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ സൂപ്പിൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർക്കുമ്പോൾ തന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ചേർത്ത ഭാഗം കട്ട പിടിക്കും കേട്ടോ. അപ്പോൾ ചേർക്കുമ്പോൾ തന്നെ ഒരു കൈ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. അതേപോലെ ലാസ്റ്റായിട്ട് ഇതിലേക്ക് എഗ് വൈറ്റ് ആണ് കേട്ടോ. മുട്ടൻ്റെ വെള്ളം മാത്രം, മഞ്ഞല്ലാണ്ട് വെള്ളം മാത്രം ജസ്റ്റ് ഒന്ന് കയ്യിൽ സ്പൂൺ വെച്ച് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചേർത്ത ഭാഗത്ത് മാത്രം ഇത് കട്ട പിടിച്ച് നിൽക്കും. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് ലാസ്റ്റായിട്ട് സ്പ്രിംഗ് ഓനിയൻ ചേർത്ത് കൊടുക്കണം കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് മറന്നു പോയതാണ് കേട്ടോ. ഞാൻ കട്ടൊക്കെ ചെയ്ത് വെച്ചതാണ്, പക്ഷേ ലാസ്റ്റ് എനിക്കത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അപ്പോൾ സ്പ്രിംഗ് ഓനിയൻ ഉണ്ടെങ്കിൽ എന്തായാലും അത് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതില്ലാന്നുണ്ടെങ്കിൽ ചെറിയുള്ളി ചേർത്ത് കൊടുത്താലും മതി. ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെജീസ് എല്ലാം ചേർത്ത സമയത്താണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള നൂഡിൽസ് സൂപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സൂപ്പില്ലേ, അത് ചൂടോടുക്കെ തന്നെ കുടിക്കണം കേട്ടോ, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. ചൂടാറി കഴിഞ്ഞ് പറഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ചൂടാറി കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ചൂടാക്കിയിട്ട് വേണം കേട്ടോ ഇത് കുടിക്കാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്.
നൂഡിൽസ് വെച്ചിട്ട് ഇതുവരെ ഇങ്ങനെ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരിക്കൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും വീണ്ടും വീണ്ടും ഉണ്ടാക്കും, അത്രക്കും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.